പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ദൈവവചനവുമായിട്ട് നിങ്ങളോട് കൂടി ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനാൽ ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് കാണുമ്പോൾ യേശുക്രിസ്തു ദൈവത്തിന്റെ പ്രതിരൂപം എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. കൊലോസ്യ ലേഖനത്തില് അതിന്റെ 1-ാമത്തെ അധ്യായത്തില് ദൈവപ്രതിമ, ക്രിസ്തുവിനെ കുറിച്ച് ദൈവപ്രതിമ എന്നാണ്, കർത്താവിന്റെ സെയിം ഇമേജ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വായിക്കുന്നത്. കൊലോസ്യ ലേഖനം 1-ാമത്തെ 15-ാം. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്കും ആദിജാതനുമാണ്. ഇപ്പൊ യേശുക്രിസ്തു ദൈവത്തിന്റെ ഇമേജ്, ദൈവത്തിന്റെ പ്രതിരൂപം എന്നാണ് നമ്മൾ കാണുന്നത്. അതായത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. അപ്പൊ അവിടെ ആ വെളിപ്പെടുത്തുക എന്നത് വ്യക്തമായിട്ട് പറയുന്നു, നമുക്ക് കർത്താവിനെ വെളിപ്പെടുത്തി തരിക, നമുക്ക് കർത്താവിനെ വെളിപ്പെടുത്തി തരിക. അപ്പൊ അവിടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. ആർക്കും കാണാൻ കഴിയാതിരുന്ന ദൈവം, ആരും അടുത്തുകൂടാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിച്ചവനായ ദൈവം എല്ലാവർക്കും കാണത്തക്കവണ്ണം, എല്ലാവർക്കും സ്പർശിക്കത്തക്കവണ്ണം ഇറങ്ങി വന്നു, യേശുവിൽ വസിച്ചു. അതാണ് യേശു ക്രിസ്തു. അപ്പൊ നമുക്ക് ഇവിടെ യേശുവിനെ കുറിച്ച് പറയുന്നത്, യേശു ദൈവത്തിന്റെ, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ സ്വരൂപം എന്നാണ് നമ്മൾ കാണുന്നത്. എന്നാല് റോമാലേഖനം അതിന്റെ 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ. ആദാം ആരായിരുന്നു? വരുവാനുള്ളവന്റെ പ്രതിരൂപം. യേശുക്രിസ്തു പിതാവിന്റെ പ്രതിരൂപം, ആദാം യേശുവിന്റെ പ്രതിരൂപമായി, യേശുക്രിസ്തുവിന്റെ പ്രതിരൂപമായി, വരുവാനുള്ളവന്റെ പ്രതിരൂപം. പ്രൈസ് ഗോഡ്. അപ്പൊ നമുക്കറിയാം, ആദാമിനെ ദൈവം സൃഷ്ടിച്ചു. ആദാമിനെ സൃഷ്ടിച്ചവനായ ദൈവം അവർക്ക് വേണ്ടുന്നതെല്ലാം സൃഷ്ടിച്ചിട്ടാണ് 6-ാം ദിവസം അവസാനമായിട്ട് ആദമിനെ സൃഷ്ടിക്കുന്നത്. ആദമിനെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം ചെയ്തൊരു ഒറ്റ കാര്യതേ ഉള്ളൂ: ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി, കിഴക്കൊരു തോട്ടമുണ്ട്. ആ തോട്ടത്തില് ആദമിനെ ആക്കി. ആദാം ഏകനായിരിക്കും നല്ലതല്ല എന്ന് കണ്ട് അവനെ തക്കതായ തുണയും കിട്ടാം. എന്നാൽ അവനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ആവശ്യമാകുന്ന സകലതും ദൈവോട് സൃഷ്ടിച്ചു വെച്ചിരുന്നു. ദൈവോട് സൃഷ്ടിച്ച് അവന് വേണ്ടി ഒരുക്കി വെച്ചിരുന്നു. അപ്പൊ അതവിടെ നമുക്ക് വളരെ വളരെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ കർത്താവ് സൃഷ്ടിക്കാനുള്ളതിന് മുഴുവൻ അവൻ സൃഷ്ടിച്ചു, ആദമിന് വേണ്ടിയുള്ളത്. എന്നാൽ ആദമിനോട് കർത്താവ് 2 ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു: തോട്ടം കാക്കുവാനും അതിലെ ജോലിയൊക്കെ ചെയ്യാൻ. എന്ത് ജോലിയാണ് അവൻ ചെയ്യേണ്ടത്? നമ്മളെല്ലാരും പറയുന്ന ഒരു കാര്യമില്ല. മനുഷ്യൻ സാധാരണമായി ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്: നമ്മള് ഒരു ചാൺ വയറിന് വേണ്ടിയാണ് ഞങ്ങൾ ജോലി ചെയ്യുന്നത്. അപ്പൊ മനുഷ്യന്റെ അധ്വാനത്തിന്റെ എല്ലാം പുറകിലെ ഉദ്ദേശം എന്ന് പറയുന്നത് മനുഷ്യന്റെ വിശപ്പടക്കുക. ഇപ്പൊ ഇവിടെ ആദാമിനെ സംബന്ധിച്ചിടത്തോളം വിശപ്പടക്കാനായിട്ട് പ്രത്യേകിച്ച് ജോലി ചെയ്യേണ്ട കാര്യമില്ല. അവിടെ ആവശ്യത്തിന് വൃക്ഷങ്ങൾ അവിടെ ഉണ്ട്, ഫലങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളവിടെ ശരിക്കും മനസ്സിലാക്കിയാൽ അവിടെ ഒരു പ്രത്യേക വസ്ത്രത്തിന്റെ സംവിധാനമോ, അതുപോലെ തന്നെ ആദമിന് പാർപ്പിടത്തിന്റെ ഫെസിലിറ്റിയെ കുറിച്ചുള്ള ആകുലതകളോ ഒന്നും വേണ്ട. അവിടെ എല്ലാം എവറിത്തിങ് ഈസ് പ്രിപ്പേർഡ്, അറേഞ്ച്ഡ്, ഓൾറെഡി പ്രൊവൈഡഡ്, എല്ലാം അവിടെ കൊടുക്കപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെയുള്ള ആദാമിനോട് ജോലി ചെയ്യാൻ. എന്താ ജോലി ചെയ്യാം? ജീവിതത്തെ ആസ്വദിക്കുക, എൻജോയ് യുവർ ലൈഫ്. കാരണം ആദമിനെ സൃഷ്ടിച്ചത് 6-ാം ദിവസം. 7-ാം ദിവസം എന്ന് പറയുന്നത് വിശുദ്ധ ദിവസമെന്നും ശബത്ത് ദിവസമെന്നും സ്വസ്ഥതയുടെ ദിനമെന്നും ഒക്കെയാ പറയുന്നത്, ഹോളിഡേ. അപ്പം സൃഷ്ടിക്കപ്പെട്ട ആദാമിന്റെ നെക്സ്റ്റ് ഡേ ആരംഭിക്കുന്നത് സ്വസ്ഥതയിലാണ്. അപ്പൊ ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം സ്വസ്ഥമായിരിക്കും. കാരണം കർത്താവ് നമുക്ക് വേണ്ടി സകലതും സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത്, നമുക്ക് സ്വസ്ഥതയുടെ ഒരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുക. നമ്മൾ ആരും അത് പ്രാപിക്കാതെ പോയി എന്ന് ലഭിച്ചു എന്ന് വരാതിരിക്കാൻ ഭയപ്പെടാനായിട്ടാണ്. അപ്പൊ സ്വസ്ഥത എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹൃദയ പദ്ധതിയാണ് മനുഷ്യന് വേണ്ടി.
ആദാമിനെ കർത്താവ് സൃഷ്ടിച്ചത്. എന്നാൽ ഒരു കണ്ടീഷൻ മാത്രം കർത്താവ് കൊടുത്തു, നിനക്ക് തോട്ടത്തിലെ എല്ലാ വൃക്ഷഫലങ്ങളും നിനക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. അവിടെ ദൈവം ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിച്ചു തിന്നുന്ന നാളിൽ. അപ്പൊ ആ നാള്, ആ ദിവസത്തിൽ അവൻ മരിച്ചില്ല. പക്ഷെ ദൈവം മറ്റു പറഞ്ഞ വാക്കുകളെല്ലാം അതുപോലെ നിവൃത്തിയായി. ഇത് മാത്രം സംഭവിച്ചില്ല, അവൻ അന്ന് മരിച്ചില്ല. നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ശരിയായുള്ള നോട്ടം, നഗ്ന നേത്രം കൊണ്ട് നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുമ്പോൾ അന്നെന്നാ കർത്താവ് പറഞ്ഞത്, തിന്നുന്ന നാളിൽ. 2-ാം അധ്യായം 17-ാം വാക്യം, 32:17. പക്ഷെ അങ്ങനെ സംഭവിച്ചു. പക്ഷെ എന്താണ് മരണമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഗ്രഹിക്കാൻ കഴിയും. അതായത് റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ജഡത്തിന്റെ ചിന്ത മരണം. ഇപ്പൊ മരണം എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെടുന്നില്ല, ജീവനിൽ നിന്ന് ജീവൻ വേർപിരിയുന്നതാണ് ശരിക്കുള്ള മരണം. അതായത് ആത്മാവ് തന്നിൽ തന്നെ വിഘടിക്കുന്ന അവസ്ഥ, അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഡെത്ത് വരുന്നത്. എന്നാൽ അവിടെ ആദാമിനെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ എപ്പോഴാണ് മരണം സംഭവിച്ചത്? അവരെ ഇതുവരെയും ദൈവം അവരെ കുറിച്ച് ആഗ്രഹിച്ചതുപോലെയാണ് ദൈവം അവരെ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു, അങ്ങനെയായിരുന്നു അവർ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ മുതൽ അവർ ദൈവം ചിന്തിച്ചതിൽ നിന്ന് അവരവര് തന്നെ ചിന്തിക്കാനായിട്ട് തുടങ്ങി. അവരുടെ ചിന്തയിലേക്ക് അവർ വന്നു. നമുക്ക് ഇവിടെ വചനത്തിൽ വായിക്കാൻ കഴിയുന്നത്, ഉൽപ്പത്തി പുസ്തകത്തില് അതിന്റെ 3-ാമത്തെ അധ്യായം, അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. 3-ാം അധ്യായത്തില് 7-ാം വാക്യം, അവിടെ പിശാച് വന്ന് പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ ഈ പഴം തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ നന്മതിന്മകളെ കുറിച്ച് അറിയും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. ഈ 3 കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ ഈ 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, ആ വൃക്ഷത്തിന്റെ ഫലം തിന്മാൻ നല്ലത് എന്ന് ഹവ്വ കണ്ടു. അപ്പൊ നേരത്തെ തന്നെ കാണാം, ഹവ്വയ്ക്ക് കാണാം. അപ്പൊ ഹവ്വായിക്ക് കാണാമെങ്കിൽ ആദമിനും കാണാം. പക്ഷേ ഇവിടെ പറയുന്നത് 7-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണു തുറന്നു എന്നുള്ളതിനെ നമ്മൾ അല്പം കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ, അവരന്യോന്യം കാണത്തക്കവണ്ണം കണ്ണു തുറന്നു. അവരന്യോന്യം, അവർ ഇതുവരെയും ആദം ഒരിക്കലും ഹവ്വയെ കണ്ടിരുന്നില്ല. ഹവ്വ ഒരിക്കലും ആദാമിനെ കണ്ടിരുന്നില്ല. അവരന്യോന്യം കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ ഈ റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിച്ച പോലെ വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം. അപ്പൊ ആദമിനെ നമ്മൾ കാണുന്നത് വരുവാനുള്ളവന്റെ പ്രതിരൂപം. അതായത് ആദം എന്ന് പറയുന്ന വ്യക്തി ക്രിസ്തുവിന്റെ ഇമേജാണ്. അപ്പൊ ഹവ്വ ആദമിനെ കണ്ടുകൊണ്ടിരുന്നത് ക്രൈസ്റ്റിന്റെ ഇമേജ് ആയിട്ട്. ആദം ഹവ്വയെ കണ്ടുകൊണ്ടിരുന്നത് ക്രൈസ്റ്റിന്റെ ഇമേജ് ആയിട്ട്, ക്രിസ്തുവിന്റെ ഇമേജ് ആയിട്ട്. പക്ഷെ അന്ന് ആദ്യമായിട്ട് ഹവ്വ ആദമിനെ കണ്ടു, ആദം ഹവ്വയെ കണ്ടു, അന്യോന്യം നോക്കാൻ തുടങ്ങി. അതാണ് ഡെത്ത്. അതായത് ദൈവം അവരെ കുറിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ ദൈവം അവരെ കുറിച്ച് വെച്ചിരുന്ന വിചാരത്തിന് അപ്പുറമായി അവരെ കുറിച്ച് കാണാൻ തുടങ്ങി. അത് അവരുടെ ജീവിതത്തിൽ പരാജയം. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു പരാജയമോ വീഴ്ചയോ തകർച്ചയോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ നിന്നകത്തുനിന്ന് മുന്നോട്ട് കയറി പോകാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ കാണണം. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്നത് പോലെ, ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ കാണണം. നിങ്ങളെ കുറിച്ച് ലോകം പറയുന്നതല്ല, നിങ്ങളുടെ സാഹചര്യം ചുറ്റുപാടുകളും പറയുന്നതല്ല. ദൈവം നിങ്ങളെ കുറിച്ച് ഒന്ന് പറയുന്നുണ്ട്, അതാണ് നിങ്ങൾ. ദാറ്റ് ഈസ് യു. നമ്മൾ ലോകം പറയുന്നതനുസരിച്ച് ഞാൻ രോഗിയാണ്, ലോകം പറയുന്നതനുസരിച്ച് എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്, ലോകം പറയുന്നതനുസരിച്ച് ഞാൻ ഇന്ന നാട്ടുകാരനാണ്, ലോകം പറയുന്നതനുസരിച്ച് ഇന്ന ദേശക്കാരനാണ് ഞാൻ, ലോകത്തിന്റെ ചില വ്യവസ്ഥകൾ അനുസരിച്ച് എനിക്ക് എന്റേതായ ചില പരിമിതികൾ എനിക്ക് പറയാനുണ്ട്. ഞാൻ പരിമിതികളുടെ ആഴത്തിൽ അടിയിൽപ്പെട്ട് കിടക്കുക. പക്ഷേ അത് നിങ്ങളുടെ നിലവാരത്തിൽ കാണുന്നത് മരണമാണ്. പക്ഷെ
നിങ്ങളെ ക്രിസ്തുവിന്റെ നിലവാരത്തിൽ കാണുന്നതാണ് ജീവൻ. അതുകൊണ്ടാണ് ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും. അതാണ് ഇവിടെ അവരെ തന്നെ കണ്ടു, ഇരുവരുടെയും കണ്ണു തുറന്നു തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അപ്പൊ ഇന്നലെ നഗ്നരായിരുന്നു, പക്ഷെ അവരറിഞ്ഞില്ല. അപ്പൊ കണ്ണു തുറന്നു എന്ന് പറയുമ്പോൾ എന്താണ്? അറിവിന്റെ കണ്ണു തുറന്നു. എന്തിനെ കുറിച്ച് അറിയാനാ? ദൈവത്തെ അറിയുന്നതിന് പകരം തങ്ങളെ കുറിച്ച്, അവരവരെ കുറിച്ച് അറിയുന്ന കണ്ണു തുറന്നു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ രോഗികളാണെന്ന് അറിയുന്നത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, നിങ്ങളുടെ നാഷണാലിറ്റിയും, നിങ്ങൾ ഇന്ന പാരമ്പര്യമാണ്, ഇന്ന തലമുറയാണെന്നും അറിയുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അധീനമായ ഒരു കാര്യം പറയണം, ദൈവം നിങ്ങളെ കാണുന്നത് പോലെ നിങ്ങൾ കാണണം. അവിടെയാണ് നിങ്ങളിൽ മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തില് അതിന്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്നാനത്താൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെട്ടിട്ട് എന്ത് സംഭവിച്ചു? നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. ക്രിസ്തുവിനെ നിങ്ങൾ ധരിച്ചു. നിങ്ങൾ യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷിതമായിട്ട് നിങ്ങൾ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. അപ്പൊ നിങ്ങൾ അന്യോന്യം നിങ്ങളെ എങ്ങനെ കാണണം? ക്രിസ്തുവിനെ ധരിച്ച നിങ്ങളായിട്ട് നിങ്ങളെ കാണണം. പക്ഷെ പലപ്പോഴും നമുക്ക് തെറ്റിദ്ധരിക്കുന്നുണ്ട് നമ്മുടെ പ്രശ്നം. നമ്മളെ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുക. കാരണം നമ്മുടെ ജീവിതത്തിനകത്ത് ഏറ്റവും വലുത് ജീവനം, അല്ലെ? ഒരു മനുഷ്യൻ അധ്വാനിക്കുന്നതിനെല്ലാം പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താ? ജീവൻ നിലനിർത്താനായിട്ട്. ഒരു അപകടം ഉണ്ടായിരുന്നിരിക്കട്ടെ, അവിടെ കുറച്ച് വിലപിടിപ്പുള്ള വസ്തുക്കൾ എടുപ്പുണ്ട്, അതെടുത്തു കഴിഞ്ഞാൽ മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ വസ്തുവിന്റെ പുറകെ പോകത്തില്ല, എങ്ങനെയെങ്കിലും ജീവന്റെ രക്ഷപ്പെടുത്താം. കാരണം മറ്റെന്ത് സമ്പാദ്യത്തെക്കാളും ഒരു മനുഷ്യനെ സംബന്ധിച്ചത് വലുതാണ് ജീവൻ. ഒരു ആരോഗ്യപരമായ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ വസ്തു വിൽക്കും, വാഹനം വിൽക്കും, എല്ലാം വിറ്റ് കളയും. ലോൺ എടുക്കാൻ പറ്റിയ ലോൺ, കടം മേടിക്കാവുന്നിടത്ത് എല്ലാം കടം മേടിക്കും. കാരണം ആരോഗ്യമല്ല, ജീവൻ അത്രത്തോളം പ്രാധാന്യമായി. അപ്പൊ ഇവിടെ ജീവന് വേണ്ടി ഓടേണ്ട മനുഷ്യൻ, അല്ലെങ്കിൽ ജീവനെ തിരിച്ചറിയേണ്ട മനുഷ്യൻ, അവൻ എന്ത് സംഭവിച്ചു? ജീവനെ അറിയേണ്ടതിന് പകരം മരണത്തെ കുറിച്ച് അറിഞ്ഞു. അതാണ് റോമർ 8:6 പറയുന്നത്, ജഡത്തിന്റെ ചിന്തയാണ് മരണം, ജഡത്തിൽ മരിക്കുന്നതല്ല മരണം. ആത്മാവിന്റെ ചിന്തയാണ് ജീവൻ, ജഡത്തിൽ ജീവിക്കുന്നതല്ല ജീവൻ. അപ്പൊ ആത്മാവിൽ മരണകരമായി ചിന്തിച്ച് നിങ്ങൾ ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയി, യുവർ സ്പിരിറ്റ് ഡിവൈഡഡ്. ആക്ച്വലി നമ്മള് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ആദമിനെ ഹവ്വയെ ദൈവം സൃഷ്ടിച്ചിട്ട് പറഞ്ഞൊരു കാര്യമാണ്, അവർ ആകയാൽ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഒരു ദേഹമായി തീരും. അപ്പൊ അവിടെ ദൈവവചനത്തിൽ വ്യക്തമായി പറയുന്നു, ഒരു ദേഹം, വൺ ബോഡി. അപ്പൊ വൺ ബോഡിയാണോ? അല്ല, അല്ലെ? രണ്ട് ശരീരമാണ്. പക്ഷേ സ്പിരിച്വലി ദേ ആർ വൺ ബോഡി. ഇതിന് സമാനമാണ് ഗോഡ് സ്പിരിറ്റ് ആൻഡ് യുവർ സ്പിരിറ്റ്. നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിനോട് ചേരുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന സ്പിരിറ്റാണ്. എന്റെ സ്പിരിറ്റ്, ഗോഡ് സ്പിരിറ്റ്. പക്ഷെ ഒരാൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോ എൻക്ലേവ്ഡ്, ഒന്നായി ചേരുകയാണ്, വൺനെസ്. അതുകൊണ്ടാണ് കൊളോസ്യ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 6:17 പറയുന്നത്, കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാകുന്നു. പ്രൈസ് ഗാഡ്. അപ്പൊ അവിടെ വൺ സ്പിരിറ്റ് ആയിട്ട് മാറുക. നിങ്ങൾ യേശുവിനെ കർത്താവായിട്ട് സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളിൽ സംഭവിച്ച വലിയ അത്ഭുതം എന്ന് പറയുന്നത് കർത്താവിനോട് വൺ സ്പിരിറ്റ് ആയിട്ട്. ആമേൻ. ജീവനെ വേണ്ടി കാണേണ്ട, ജീവനിലേക്ക് ഓടേണ്ട, ജീവനെ തിരിച്ചറിയേണ്ട മരണത്തെ തിരിച്ചറിഞ്ഞു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്ത ജീവൻ. അപ്പൊ ജഡത്തിൽ കാര്യങ്ങളെ ചിന്തിക്കാൻ തുടങ്ങിയതാണ് ആദാമിന്റെ മരണം. ആത്മാവിൽ കാര്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തന്നതാണ് യേശു ക്രിസ്തു. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, ഹല്ലേലൂയ, മനുഷ്യപുത്രൻ പാപിയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, അവനെ അവർ മരണത്തിന് ഏൽപ്പിക്കും, അവൻ മരിക്കും, എന്നാൽ
അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ആത്മാവിന്റെ ചിന്ത, റിസറക്ഷൻ, പുനരുത്ഥാനം, ഉയർപ്പ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് മരണവും നിങ്ങളുടെ ചിന്തയാണ്, ജീവനും നിങ്ങളുടെ ചിന്തയാണ്. നിങ്ങൾ ചിന്തിക്കുന്നത് ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആക്റ്റീവ് ആകുന്നു. വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മരണാധികാരിയായ പിശാചിനെ നീക്കി. മരണാധികാരിയായ പിശാചിനെ നീക്കി. അപ്പൊ അധികാരം, മരണത്തിന്റെ അധികാരം പിശാചിനാകും. പക്ഷേ എന്റെ കർത്താവ് പറയുക, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമാണ്. എബ്രായ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ മരണാധികാരിയായ പിശാചിനെ നീക്കി എന്ന് പറയുമ്പോൾ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമാണ്. അപ്പോ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന സകല സിറ്റുവേഷന്റെയും അതോറിറ്റി ഈസ് ഇൻ ഗോഡ്, ഈസ് ഇൻ ക്രൈസ്റ്റ്. അപ്പൊ നമുക്ക് ഈ മരണം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കാണേണ്ട സ്ഥലത്ത് നാം നമ്മെ കാണുന്നതാണ് നമ്മുടെ ഡെത്ത്. അതായത് നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടെന്ന് തിരിച്ചറിയുന്നത് നാച്ചുറൽ ഇൻഫർമേഷൻ. പക്ഷെ സ്പിരിറ്റിൽ നമ്മൾ തിരിച്ചറിയുകയാണ്, അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കും. ആത്മാവിന്റെ ചിന്ത. ജഡത്തിന്റെ ചിന്ത, ഞാൻ പാപി. പക്ഷെ ആത്മാവിന്റെ ചിന്ത, ഞാൻ ക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവൻ. ജഡത്തിന്റെ ചിന്ത, ഞാൻ പാരമ്പര്യമായിട്ട് ശാപമുള്ള വ്യക്തി. ആത്മാവിന്റെ ചിന്ത, ഞാൻ അബ്രഹാമിന്റെ അനുഗ്രഹത്തിന് അവകാശിയായിട്ടു. ജഡത്തിന്റെ ചിന്ത, ഞാൻ ദാരിദ്ര്യത്തിൽ കിടക്കും. എന്നാൽ ആത്മാവിന്റെ ചിന്ത, എന്റെ ദാരിദ്ര്യ നിമിത്തം അവൻ ദരിദ്രനായി തീർന്നു, അവൻ സമ്പന്നനായിരുന്നിട്ട് പോലും. ആകയാൽ എന്തിനാണെന്നറിയോ, ഞാൻ സമ്പന്നനാകേണ്ടതിനാണ് അവൻ ദരിദ്രനായത്. അതുകൊണ്ട് ഞാൻ ദാരിദ്ര്യത്തിന് കീഴല്ല. ജഡത്തിന്റെ ചിന്ത നിങ്ങളെ ഇല്ലായ്മയിലേക്ക് കൊണ്ടുവരുമ്പോൾ, ആത്മാവിന്റെ ചിന്ത നിങ്ങളെ ജീവനിലേക്കും സമാധാനത്തിലേക്കും നയിക്കും. എവിടെല്ലാം മരണകരമായ അവസ്ഥയിൽ കൂടെ നിങ്ങൾ പോകുന്നു, അവിടെ മുഴുവൻ ജീവിപ്പിക്കാനായിട്ട് ആത്മാവിന്റെ ചിന്തയ്ക്ക് സാധ്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുക. പക്ഷേ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഹൃദയത്തെ പൂർണ്ണ ജാഗ്രതയോടെ കാക്കുക, കാരണം ജീവന്റെ ഉൽപ്പത്തി അവിടെ നിന്നാണ്. ഉൽപ്പത്തി ഹൃദയത്തിൽ നിന്നാണ്, പുറപ്പെടുന്നത് നാവിൽ നിന്നാണ്. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കും. ജീവന്റെ ഉൽപ്പത്തി ഹൃദയമെങ്കിൽ മരണത്തിന്റെ ഉൽപ്പത്തിയും ഹൃദയമാണ്. അതുകൊണ്ട് എപ്പോഴാണോ ഹൃദയത്തിനകത്തുള്ള നിങ്ങളുടെ ചിന്ത മാറുന്നത്, അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനത്തില് നമുക്ക് ഇങ്ങനെയാണ് കാണുന്നത്, അതിന്റെ 2-ാമത്തെ അധ്യായം 29-ാം വാക്യം. അകമേ യഹൂദനായവൻ എത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അപ്പൊ അവിടെ പറയുന്നത്, അവര് ശരീരത്തിൽ ഇത് അടയാളമായിട്ട് സ്വീകരിച്ചവർ. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തില് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്, ദേഹത്തിൽ ഇത് അടയാളമായിരിക്കും. ദേഹത്തിൽ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 13-ാം വാക്യം. നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. എന്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായിരിക്കും. ദേഹത്തിൽ. അപ്പൊ അവിടെ ശരീരത്തിലാണ് അത് നിയമമായിട്ട് നിൽക്കുന്നത്. ബട്ട് ഇവിടെ പറയുകയാണ്, ആത്മാവിൽ ഹൃദയ പരിച്ഛേദന. ആമേൻ. എങ്ങനെ? ആത്മാവിനാൽ ഹൃദയത്തിന്റെ ആത്മാവിനുള്ള ഹൃദയ പരിച്ഛേദന. അപ്പൊ ജീവനും മരണവും എവിടുന്നാ വരുന്നത്? ഹൃദയത്തിൽ നിന്നാണ്. അതായത് അത് ദേഹത്തിന്റെ അടയാളമായിരുന്നു. ആദാമിന്റെ കാലത്ത് തുടങ്ങിയ പരിച്ഛേദന ദേഹത്തിൽ അടയാളമായിരുന്നു. എന്നാൽ ക്രിസ്തുവിൽ ആരംഭിച്ച പരിച്ഛേദന അത് ഹൃദയത്തിന്റെ അടയാളമാണ്. ഹല്ലേലൂയ. അപ്പൊ അവിടെ ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. ജീവന്റെ ഉത്ഭവം ഹൃദയമാണെന്ന് വചനം പറയുമ്പോൾ
ഹല്ലേലൂയ, നിങ്ങൾ മറന്നു പോകരുത്. ഹല്ലേലൂയ, നിങ്ങളിൽ സംഭവിക്കുന്ന ജീവനും മരണവും ഒക്കെ ഹല്ലേലൂയ ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അതുകൊണ്ട് എന്തിനാണ് ഇമ്പോർട്ടൻസ്? ഹൃദയ പരിച്ഛേദന എന്താണ്? ഹല്ലേലൂയ, നമുക്കറിയാം, നമുക്ക് പരിച്ഛേദന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പരിച്ഛേദന കൊണ്ട് അവർ മനസ്സിലാക്കിയിരുന്നത് ശരീരത്തിന്റെ ഒരു ഭാഗം മരണത്തിന് വിട്ടുകൊടുക്കുക. എന്തിനു വേണ്ടിയാ? ഞാൻ മുഴുവൻ മരിക്കാതിരിക്കാനായിട്ട് എന്റെ ശരീരത്തിന്റെ ഒരു അല്പഭാഗം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ ജീവനിലേക്ക് പ്രവേശിക്കുക. നമുക്കറിയാം, പരിച്ഛേദനയും മോശയായുള്ള ബന്ധം രക്തമണവാളൻ എന്ന വാക്ക് നമുക്ക് കാണാം. അപ്പൊ അവിടെ രക്തം കൊണ്ടൊരു ഉടമ്പടി സാധ്യമാക്കുകയാണ് ആ തലമുറ. അപ്പൊ അബ്രഹാമി തലമുറയിൽ സംഭവിച്ചത് ജഡത്തിലൊരു അടയാളമായിട്ട് അവരത് സ്വീകരിച്ചപ്പോൾ അല്പം ഒരു ചെറിയ ഭാഗം അവര് മുറിച്ചു കളഞ്ഞ് മരണത്തിനേൽപ്പിച്ചിട്ട് അവർ ജീവനിലേക്ക് പ്രവേശിക്കുന്ന പോലെ നിങ്ങളും ഞാനും രക്തത്താലുള്ള ഉടമ്പടിയിൽ നിന്ന് ആത്മാവിന്റെ ഉടമ്പടിയിലേക്ക് കാണുന്നു. അതായത് അന്ന് അവിടെ ഉടമ്പടിക്ക് അടയാളമായിട്ട് നിന്നത് രക്തമെങ്കിൽ പുതിയ നിയമത്തിന്റെ ഉടമ്പടിയുടെ അടയാളം പരിശുദ്ധാത്മാവാണ്. നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു, വീണ്ടെടുപ്പിനാൽ മുദ്രയിട്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവെന്ന് അച്ചാരം നൽകിയിരിക്കുന്നു. അപ്പോ മുമ്പ് പഴയ നിയമത്തിൽ അടയാളമായിട്ട് നിന്നത് രക്തമെങ്കിൽ പുതിയ നിയമത്തിൽ അടയാളമായിട്ട് നിൽക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോഴ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഹല്ലേലൂയ, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം ഉണ്ടാകും. അപ്പൊ മരണം എവിടെയാ? ചിന്തകളിലും. ജീവൻ എവിടെ? ചിന്തയിലും. മരണവും ജീവനും ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അത് നാവിന്റെ അധികാരത്താൽ നടപ്പിലാക്കപ്പെടുന്നു. ഞാൻ പറയട്ടെ, നിങ്ങളുടെ അകത്ത് ചിന്തിക്കാൻ പറ്റുമോ? ക്രിസ്തുവിൽ ഐ ആം ബ്ലെസ്ഡ്. നമ്മള് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാം. അപ്പൊ ആദാം ക്രിസ്തുവിന്റെ പ്രതിരൂപമായിരുന്നു, ഹവ്വായും ക്രിസ്തുവിന്റെ പ്രതിരൂപമായിരുന്നു. പക്ഷേ അവർ ഹല്ലേലൂയ അന്യോന്യം കണ്ടു. അതായത് അവിടെ ഒരു ചെറിയ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്, ആദാം ക്രിസ്തുവിന്റെ പ്രതിരൂപവും ഹവ്വ സഭയുടെ പ്രതിരൂപവും. അപ്പോഴ് നമുക്കറിയാം, ആദാം എന്ന് പറയുന്ന പ്രതിരൂപമായിരുന്നു, അവൻ ക്രിസ്തുവിന്റെ പ്രതിരൂപമായിരുന്നു. തല, ശരീരം. ഇപ്പൊ ക്രിസ്തു, സഭ വേറെ, ക്രിസ്തു വേറെ. സഭ വേറെ, ക്രിസ്തു വേറെയായിട്ട് കാണുന്നതാണ് മരണം. സഭയും ക്രിസ്തുവും ഒന്നാണെന്ന് തിരിച്ചറിയുന്നതാണ് ജീവൻ. ഇപ്പൊ ആദം ഹവ്വയിൽ നിന്ന് സെപ്പറേറ്റ് ആയി കാണാൻ തുടങ്ങി. തങ്ങൾ നഗ്നരെന്ന് കണ്ടു. അവർ ഇതുവരെ തങ്ങളെ അന്യോന്യം കണ്ടിരുന്നില്ല, ഒന്നായിട്ട് കണ്ടുകൊണ്ടിരുന്നു. ഇവിടെ ഞാൻ പറയട്ടെ, ജീവൻ വേണോ? ക്രിസ്തുവിൽ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി. അതുകൊണ്ടാണ് കർത്താവിന്റെ മേശയുടെ സന്ദേശം പറയുന്ന 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 11-ാം അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ കർത്താവിന്റെ മേശയിലേക്ക് വരുമ്പോൾ അവന്റെ ശരീരത്തെ വിവേചിക്കണം. ശരീരത്തെ വിവേചിക്കുക എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ശരിയായ പരിഭാഷയിൽ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കണമെന്നാണ്. അപ്പൊ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കുമ്പോൾ എനിക്ക് ഉറപ്പെന്താ? ഞാൻ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. അതാണ് ജീവൻ. ഞാൻ ജീവൻ പ്രാപിച്ചത് എങ്ങനെയാ? ഞാൻ ക്രിസ്തുവാകുന്ന തലയോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് എനിക്ക് ജീവൻ. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ, നിങ്ങൾ അനുഗ്രഹത്തിന്റെ അടയാളമാണ്, നിങ്ങൾ അനുഗ്രഹത്തിന്റെ അവകാശികളാണ്, നിങ്ങൾ ഉയർച്ചയുടെ അവകാശികളാണ്, നിങ്ങൾ നന്മയുടെ അവകാശികളാണ്. പക്ഷെ ഇത് പ്രാപിക്കാതെ പോകുന്ന എവിടെയാണ്? നിങ്ങളുടെ ചിന്തകളിൽ മരണം കയറി പിടിക്കപ്പെടാം. നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കപ്പെടാം. നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമോ? ഞാൻ ക്രിസ്തുവിലാണ്. ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഐ ആം ഇൻ ക്രൈസ്റ്റ്. ഐ ആം ഇൻ ക്രൈസ്റ്റ്. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ, നിങ്ങളുടെ ചിന്ത ഇതുവരെ മരണത്തിന്റെയും ഭയപ്പെടുത്തുന്ന ചിന്തകളായിരുന്നു. നിങ്ങളുടെ ആ ചിന്തകളെ നിങ്ങളുടെ അകത്തുനിന്ന് എടുത്തു കളഞ്ഞിട്ട് ക്രിസ്തുവിൽ നിങ്ങളൊന്ന് വിലയിരുത്താം, ക്രിസ്തുവിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കാം. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറിയിരിക്കും, ഒരു സംശയമില്ല കാര്യം. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറിയിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നിങ്ങളെ ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണാതെ, ക്രിസ്തുവിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണാതെ, ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്, ക്രിസ്തുവിന്റെ തലയാണ്, അവന്റെ ശരീരമാണ് ഞാൻ, അവന്റെ മന്ദിരമാണ് ഞാൻ,
ക്രിസ്തുവിൽ നിങ്ങളെ ഒന്നായിട്ട് കാണാമോ, അവിടെയാണ് ലൈഫ് ഒഴുകുന്നത്, ജീവൻ ഒഴുകുന്നത്. ഇന്ന് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ തന്നെ ക്രിസ്തുവാകുന്ന ജീവൻ നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ രക്തത്തിലല്ല ജീവൻ, ആത്മാവിലാണ് ജീവൻ. ആത്മാവിന്റെ ജീവനെ തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ അവസ്ഥ മാറിയിരിക്കും, നിങ്ങൾ അനുഗ്രഹമായി തീർന്നിരിക്കും. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവെ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, എന്നെ ഈ പ്രോഗ്രാമിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ ജീവന്റെ ശക്തി അവരിലേക്ക് ഒഴുകട്ടെ. ക്രിസ്തു യേശുവിലൂടെ പുറപ്പെടുന്ന ജീവൻ ശരീരത്തിൽ, ദേഹം, ദേഹി, ആത്മാവിൽ പൂർണ്ണത കൈവരിക്കാൻ അവരെ സഹായിക്കണം. അവരുടെ ജീവിതത്തിന്റെ വീഴ്ചകൾ മാറട്ടെ, തകർച്ചകൾ മാറട്ടെ, ശൂന്യതകൾ മാറട്ടെ. അവരൊരു അനുഗ്രഹമായി നിൽക്കട്ടെ കർത്താവ്. അവരുടെ ജീവിതത്തിന്റെ സകല മേഖലകളിലും അവർ അനുഗ്രഹത്തിന് അടയാളമായി മാറട്ടെ, അനുഗ്രഹത്തിന്റെ അടയാളമായി തീരട്ടെ കർത്താവ്. ചുറ്റുപാടുകൾ അവരെ കണ്ട് ക്രിസ്തു ജീവിക്കുന്നു എന്ന് തിരിച്ചറിയുന്നതിന് പ്രതീകമായിട്ട് അവർ മാറട്ടെ. ബലഹീനതകളെല്ലാം ശരീരം വിട്ടുമാറട്ടെ. തീരുമെന്നും മരിക്കുമെന്നും ഡെഡ് എൻഡിലാണെന്ന് പറയുന്നതിൽ നിന്ന് പുതിയ അവസ്ഥയിൽ എഴുന്നേറ്റ് ജീവൻ പ്രാപിക്കട്ടെ. ആരോഗ്യത്തോടെ അവർ പ്രയോജനപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കുടുംബങ്ങളെ, വ്യക്തികളും അനുഗ്രഹിക്കും. ജീവനിൽ അവരെ നിലനിർത്തുന്ന കർത്താവെ, ബലഹീനതകൾ മാറട്ടെ കർത്താവെ. അവരുടെ മനസ്സിനകത്തുനിന്ന് ഭയത്തിന്റെയും നിരാശയുടെയും മരണത്തിന്റെയും അടിമത്വത്തിന്റെയും ചിന്തകൾ മാറിപ്പോകട്ടെ. ജീവൻ അവരിൽ വെളിപ്പെടട്ടെ. അവരുടെ മനസ്സ് ക്രിസ്തുവിനാൽ നിറയട്ടെ, ക്രിസ്തുവിനാൽ നിറയട്ടെ. അത്ഭുതത്തിൽ വാഴുവാൻ, വളരുവാൻ അവരെ സഹായിക്കണം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. ആത്മാവിന്റെ ചിന്ത, ജഡത്തിന്റെ ചിന്ത. ഇപ്പൊ നിങ്ങൾ ആത്മാവിൽ ചിന്തിക്കുമ്പോൾ ജീവനില്ല നിങ്ങൾ വാഴും. പ്രൈസ് ഗോഡ്. അപ്പൊ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമാണ്, നിശ്ചയമായിട്ട് അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും നിങ്ങളുടെ സാക്ഷ്യങ്ങളും ഞങ്ങളുമായി പങ്കുവെക്കുക. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങൾക്ക് ഞങ്ങളുടെ പുസ്തകം സൗജന്യമായിട്ട് നിങ്ങൾക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളത് ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് ഈ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് പുസ്തകങ്ങൾ ലഭ്യമാണ്, സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ഈ പ്രോഗ്രാം നിങ്ങൾ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. കാരണം ഈ സ്വാതന്ത്ര്യത്തിന്റെ സുവിശേഷം അനേകരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. പല ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ സന്ദേശങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളും മറ്റുള്ളവരുടെ രൂപാന്തരത്തിന് ഒരു കാരണക്കാരായി മാറുക. ഈ പ്രോഗ്രാമിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. God bless you. Amen.